നമസ്കാരം. ആനന്ദ് സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് പലിശ ഇനിയും കുറയും സൂചനയുമായി റിസർവ് ബാങ്ക് ഗവർണർ. പാലക്കാട് മരണപ്പെട്ടയാളുടെ മകന് പ്രാഥമിക പരിശോധനയിൽ നിപ സംശയമുണ്ടായതോടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വിവിധ ജില്ലകളിലായി 723 പേരാണ് നിപ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 51 പേരാണ് പുതുതായി നിപ സംശയിക്കുന്നയാളുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയ കാലിക്കറ്റ് സർവകലാശാല BA 3ാം സെമസ്റ്റർ സിലബസുമായി മുന്നോട്ട് പോകുമെന്ന് മലയാളം UG ബോർഡ് ചെയർമാൻ MS അജിത്. സിലബസിനെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ ഭാഷാ വിഭാഗം ഡീനുമായും അക്കാദമിക് കൗൺസിലുമായി പഠിച്ചു തിരുത്തുകയാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. യമൻ ജയിലിലുള്ള നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ ശുഭസൂചനകൾ. ചർച്ചകളോട് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം സഹകരിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് സൂഫി പണ്ഡിതരാണ് ഈ കുടുംബത്തോട് സംസാരിച്ചത്. ഭർത്തൃപീഡനത്തെ തുടർന്ന് ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കും. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. തീവ്ര പരിശോധന തുടരുന്നു. ബീഹാറിൽ 35.69 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകും. എഞ്ചിനീയറിംഗ് പ്രവേശനം പുതിയ പട്ടികയിൽ നിന്നും ഈ വർഷത്തെ പ്രവേശനത്തിൽ ഇടപെടില്ലെന്ന് സുപ്രീംകോടതി. UGC മാനദണ്ഡങ്ങൾ അംഗീകരിച്ച സംസ്ഥാനങ്ങൾ അത് പാലിക്കണമെന്നും സുപ്രീംകോടതി. നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രഡ് ഷൈനുമെതിരെ വഞ്ചനാ കേസ്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രത്തിൽ വഞ്ചന നടന്നു എന്നാണ് ആരോപണം. കുറ്റത്തിന് കേസെടുത്തു. വഞ്ചനയിലൂടെ 1.9 കോടി രൂപ തട്ടിയെടുത്തു എന്ന തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസിന്റെ പരാതിയിൽ കോട്ടയം തലയോലപ്പറമ്പ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ബീഹാറിൽ 1.67 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി. വമ്പൻ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ഗാർഹിക ഉപഭോക്താക്കൾക്കും 125 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായിരിക്കുമെന്ന് പ്രഖ്യാപനം. ഉമ്മൻചാണ്ടി മകനിലൂടെ ജീവിക്കുന്നു എന്ന് ചെറിയാൻ ഫിലിപ്പ്. 2 വർഷം മുമ്പ് വിട പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ജനകീയത, കഠിനാധ്വാനം, കരുണ എന്നീ സവിശേഷതകൾ പിന്തുടർന്ന മകൻ ചാണ്ടി ഉമ്മനിലൂടെ ഉമ്മൻചാണ്ടി ഇപ്പോഴും ജീവിക്കുന്നു. താൻ പറഞ്ഞതിനെ അന്ന് പരിഹസിച്ചവർ ഇന്ന് പ്രകീർത്തിക്കുന്നതിൽ സന്തോഷമെന്നും ചെറിയാൻ ഫിലിപ്പ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അഭിനന്ദിച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ടീം. ICMRന്റെ ഇംപ്ലിമെന്റേഷൻ ഗവേഷണ വിഭാഗ മേധാവിയായ ഡോക്ടർ ആശു ഗോവറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ആരോഗ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോഴാണ് അഭിനന്ദനം അറിയിച്ചത്. KPCC പ്രസിഡന്റും ധനവൈദ്യുത വകുപ്പ് മന്ത്രിയുമായിരുന്ന CV പത്മരാജൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. VS അച്യുതാനന്ദന്റെ നില ഗുരുതരമായി തുടരുന്നു. വിപ്ലവ സൂര്യനു വേണ്ടി കേരളത്തിന്റെ കാത്തിരിപ്പ് തുടരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ തീവ്രവാദം പരത്തുന്നത് UAPA കുറ്റമാക്കി. ശുഭാംശു തിരിച്ചെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 18 ദിവസത്തെ വാസത്തിനു ശേഷം ഭൂമിയിൽ തിരിച്ചെത്തി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ശുഭാംശു ശുക്ലയെ അഭിനന്ദിച്ച് കേന്ദ്ര മന്ത്രിസഭ. ജാർഖണ്ഡിൽ ഏറ്റുമുട്ടിയ ജവാന് വീരമൃത്യു. 2 മാവോവാദികളെ വധിച്ചു. ആറന്മുള വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്.